ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ 10ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ചും ഗ്രഹസ്ഥിതികളിൽ നിന്ന് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളെ സംബന്ധിച്ചും പറയാം. 10ാം ഭാവത്തിന് കർമ്മസ്ഥാനം എന്നാണ് പൊതുവെ പറയുന്നത്. അതിന് കാരണം ജാതകന്റെ പ്രവൃത്തി അഥവാ തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന വൃത്തി ഇവകളുടെ ശുഭാശുഭങ്ങൾ കണ്ടെത്തുന്നത് ഈ ഭാവത്തിന്റെ വിശകലനത്തിലൂടെയാണ്. കൂടാതെ ആജ്ഞ, മാനം, വസ്ത്രം, ഉറക്കം, കൃഷി, സന്യാസം, കീർത്തി, വിജ്ഞാനം, വിദ്യ തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ 10ാം ഭാവത്തിന്റെ വിശകലനത്തിലൂടെ കണ്ടെത്താവുന്നതാണ്. എന്നാൽ പ്രധാനമായും ജാതകന്റെ ഉപജീവനത്തിനാവശ്യമായ തൊഴിൽ അഥവാ കർമ്മരംഗം ഇവയാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. അതിനാലാണ് ഈ ഭാവത്തിന് പൊതുവെ കർമ്മഭാവം എന്ന് പറയപ്പെടുന്നത്. ഈ ഭാവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. 10ാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ 10ാം ഭാവത്തിലും നിന്നാൽ ജാതകൻ രാജതുല്യനായി ജീവിക്കുന്നവനും അധികാരവും പ്രതാപവും പ്രസിദ്ധിയും ആജ്ഞാശക്തിയും ധനവും ധാരാളം ഉള്ളവനായിരിക്കും. അടുത്തത് ലഗ്നത്തിൻ്റെയും ചന്ദ്രലഗ്നത്തിൻ്റെയും 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ജാതകന്റെ പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അടുത്തത് 10ാം ഭാവാധിപൻ തൻ്റെ ഉച്ചക്ഷേത്രത്തിലോ സ്വക്ഷേത്രത്തിലോ ആയി 10ാം ഭാവത്തിൽ തന്നെ നിന്നാൽ ജാതകൻ വലിയ കീർത്തിയുള്ളവനും ധാരാളം ധനമുള്ളവനും സജ്ജനങ്ങൾ ആരാധിക്കുന്നവനും രാജതുല്യനായി ജീവിക്കുന്നവനും ആയിരിക്കും. അടുത്ത ഒരു ലക്ഷണം, ലഗ്നാധിപനും 10ാം ഭാവാധിപനും ഒരേ ഗ്രഹമായിരുന്നാൽ, അതായത് ഒരേ ഗ്രഹത്തിന് തന്നെ 10ാം ഭാവാധിപത്യവും ലഗ്നാധിപത്യവും ലഭിച്ചാൽ ജാതകൻ തൻ്റെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടിയ സമ്പാദ്യം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കും. ജാതകൻ നല്ല കീർത്തിയുള്ളവനും ദീർഘായുസ്സുള്ളവനും ആയിരിക്കുന്നതാണ്. കൂടാതെ ജാതകൻ നല്ല ജനസമ്മതിയുള്ള വ്യക്തിയും നല്ല ഐശ്വര്യമുള്ളവനും ആയിരിക്കും. അടുത്ത ലക്ഷണം, 10ാം ഭാവാധിപനും കർമാധിപനും യോഗം ചെയ്ത് ഒരേ രാശിയിൽ നിന്നാൽ ജാതകൻ നല്ല ജനസമ്മതിയുള്ളവനും നല്ല ഐശ്വര്യമുള്ളവനും ദീർഘായുസ്സുള്ളവനും നല്ല കീർത്തിയുള്ളവനും തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നേടിയ സമ്പാദ്യം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്ത ലക്ഷണം, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 10ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ടോ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ടോ ഒരു ശുഭഗ്രഹം നിന്നാൽ ജാതകൻ തൻ്റെ തൊഴിലിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നവനും വലിയ കീർത്തിയുള്ളവനും ആയിരിക്കും. ഈ ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായാൽ ഫലം വളരെ വളരെ ശ്രേഷ്ഠമായതും ആയിരിക്കുന്നതാണ്. അടുത്ത ലക്ഷണം, 10ാം ഭാവാധിപൻ ശത്രു ക്ഷേത്രത്തിലോ നീച രാശിയിലോ സ്ഥിതിയുണ്ടായാൽ ജാതകൻ ഭൃത്യവേല ചെയ്യുന്നവനോ അല്ലെങ്കിൽ കൂലിവേല ചെയ്യുന്നവനോ ആയിരിക്കും. എത്ര അധ്വാനിച്ചാലും തൻ്റെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള
പ്രതിഫലം അവന് ഒരിക്കലും കിട്ടുകയുമില്ല. അടുത്ത ഒരു ലക്ഷണം, 10ാം ഭാവത്തിൽ പാപഗ്രഹം മാത്രം നിന്നാൽ ജാതകൻ മാനമില്ലാത്തവൻ ആയിരിക്കും. എന്നാൽ ഈ 10ാം ഭാവം പാപഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആയിരുന്നാൽ ഈ ദോഷം ഒരിക്കലും ഉണ്ടാകുകയില്ല. ജാതകൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്ത ലക്ഷണം, 10ാം ഭാവാധിപൻ ഉച്ചസ്ഥനാണെങ്കിൽ തന്നെയും ആ ഉച്ചക്ഷേത്രം അനിഷ്ട സ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിൽ, അതായത് ലഗ്നാലോ ചന്ദ്രാലോ 3, 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിൽ ജാതകന് യാതൊരുവിധ കർമ്മപുഷ്ടിയും ഉണ്ടാകുകയില്ല. തന്നെയുമല്ല, ജാതകന് നിരന്തരം കർമ്മ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്ത ഒരു ലക്ഷണം, 10ാം ഭാവാധിപനും ബുധനും വ്യാഴവും ബലവാന്മാരായി നിന്നാൽ ജാതകൻ വളരെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവനും ഭാഗ്യവാനും ആയിരിക്കും. അടുത്ത ലക്ഷണം, 10ാം ഭാവം വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനുരാശിയോ മീനൻ രാശിയോ ആയിരിക്കുകയും വ്യാഴം സ്വക്ഷേത്ര ബലത്തോടുകൂടി നിൽക്കുകയും ചെയ്താൽ, അതായത് വ്യാഴം ധനുരാശിയിലോ മീനൻ രാശിയിലോ നിൽക്കുകയും ചെയ്താൽ ജാതകൻ മഹാഭാഗ്യവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനും കീർത്തിമാനും ആയിരിക്കും. അടുത്ത ലക്ഷണം, 10ാം ഭാവത്തിൽ രാഹുവോ കേതുവോ നിന്നാൽ ജാതകൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ആദ്യമൊരു തടസ്സം ഉണ്ടാകുന്നതാണ്. അടുത്ത ലക്ഷണം, 10ാം ഭാവത്തിൽ ഗുളികൻ നിന്നാലും ജാതകൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും ആദ്യം തടസ്സമുണ്ടാകും. എന്നാൽ ജാതകൻ്റെ കീർത്തിക്കും യശസ്സിനും ഒരു കുറവും സംഭവിക്കുകയുമില്ല. അടുത്തത്, 10ാം ഭാവാധിപൻ ദുർബലനായ ഒരു ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ്റെ പ്രവൃത്തിക്ക് കർമ്മപുഷ്ടിയും പരിശുദ്ധിയും ഉണ്ടായിരിക്കുകയില്ല. 10ാം ഭാവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം, മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.